ഹലോ, നമ്മളിവിടെ 2-3 കുറ്റിക്കുരുമുളകിൻ്റെ തൈകൾ കുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ വെച്ച സമയത്ത് ഉണ്ടായിരുന്നില്ല, കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു. അത് വലുതാവുന്നില്ല, പഴുക്കുന്നില്ല, ഒന്നും സംഭവിക്കില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഐറ്റത്തിന് ഞാനിങ്ങനെ നോട്ടിട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. മത്തിയോ അയലോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊന്ന് ഫ്രൈ ആക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ സംഭവം വളരെ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കൂടി പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് കിട്ടിയത് അയലല്ല, അയലാണെങ്കിൽ ഫ്രൈ ആക്കാം. പക്ഷെ മത്തി ആയതുകൊണ്ട് ഞാനത് എന്തൊക്കെ ഒരു പൊതി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടി കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മൾ പച്ചക്കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകും, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് വേണ്ട ഉപ്പും, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ. ഇനി ഒരു വലിയ നാരങ്ങൻ്റെ നീര് അത് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിൻ്റെ ജാറിൽ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. പിന്നെ ഈ വാഴയില ഉണ്ടല്ലോ, രാവിലെ ഹോട്ടലിൽ നിന്ന് ബീഫ് ഫ്രൈ പാഴ്സൽ വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. ആ വാഴയിലയും മത്തിയും കൂടി ഒരുമിച്ച് വന്നപ്പോഴാണ് ഈ ഒരു ഐഡിയ ഉണ്ടായത്. ആ സെയിം വാഴയില ഒന്ന് കഴുകിയെടുത്ത് ഞാനിത് റീയൂസ് ചെയ്യാണ്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും തൂവി കൊടുത്തു ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തിൻ്റെ മേലേക്ക് ഈ ഒരു അരപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്ന് കെട്ടിപ്പൊതിഞ്ഞ് മാറ്റി വെക്കാം കേട്ടോ. നമുക്കിവിടെ എക്സ്ട്രാ വാഴൻ്റെയും വാഴനാരൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഇതാ ഈ ഒരു അലുമിനിയം ഫോയിൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ അതുപോലെ പൊതിഞ്ഞ് വെക്കുന്നത്. വാഴയില കിട്ടാത്തവർക്ക് വേണമെങ്കിൽ അലുമിനിയം ഫോയിൽ മാത്രം യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇത് ഓവനിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട്, അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു പൊതി ഞാൻ അരമണിക്കൂറിന് ശേഷം ഇതുപോലെ ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കാൻ പോവാണ്. ഓരോ സൈഡും ഒരു 5 മിനിറ്റിൽ താഴെയൊക്കെ മതി കേട്ടോ. മത്തി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ല. പിന്നെ അതാ ചൂടാറാനൊന്നും കാത്തുന്നില്ല കേട്ടോ. ചട്ടകം വെച്ച് തന്നെ ഈ പൊതിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയാണ്, കാരണം ചോറ് തിന്നാൻ ആൾക്കാർ വെയിറ്റിംഗ് ആണേ. അങ്ങനെ ഈ ഒരു മത്തിയും നല്ല ചൂട് ചോറും കൂട്ടിയിട്ട് അടിച്ചു കേട്ടോ.